നമ്മുടെ നാട്ടിലെ മതേതര ബുദ്ധിജീവികൾ പൊതുവിലും മുസ്ലിം സമുദായക്കാർ പ്രത്യേകിച്ചും നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് കൊല്ലം ഒരുപാടായല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ഇവിടെ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്തുകൊണ്ടും ഉണ്ടാകുന്നില്ല? ഇതുവരെ എന്തുകൊണ്ടും ഉണ്ടായില്ല, ഇപ്പോഴെന്തുകൊണ്ടും ഉണ്ടാകുന്നില്ല, ഇനി എന്തുകൊണ്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ആകെ ഒരു ഉദാഹരണം, ഒരു അപവാദം എന്ന് പറയുന്നത് CH മുഹമ്മദ് കോയ മാത്രം. 1979 ആണ്ടിൽ അദ്ദേഹം ഏതാനും ദിവസം, കൃത്യമായിട്ട് പറഞ്ഞാൽ 51 ദിവസം കേരള മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിച്ചു. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോയതാണ്. PK വാസുദേവൻ നായരുടെ മന്ത്രിസഭ രാജിവെച്ചതിന് ശേഷം കേരളത്തിൽ ഇഷ്ടദാന ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ട് K കരുണാകരൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് CHൻ്റെ മന്ത്രിസഭ. അതിൻ്റെ ചരിത്രം ഞാൻ ഇനിയൊരു അവസരത്തിൽ വിശദീകരിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ആകസ്മികമായി സംഭവിച്ചു പോയ ഒന്നാണ് CH മന്ത്രിസഭ. ഇഷ്ടദാന ബില്ല് പാസ്സായി കഴിഞ്ഞതിന് ശേഷം ആദ്യം KM മാണിയുടെ പാർട്ടി കാലുമാറി. അപ്പോൾ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. കരുണാകരൻ ഒരു MLA ചാക്കിട്ട് പിടിച്ച് മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിക്കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൻ്റണി ഗ്രൂപ്പ് പിന്തുണ പിൻവലിച്ചു. അതോടുകൂടി മന്ത്രിസഭ ശരിക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. മന്ത്രിസഭ രാജിവെച്ചു എന്ന് മാത്രമല്ല, നിയമസഭ പിരിച്ചുവിടാനായിട്ട് ശുപാർശ കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ മന്ത്രിസഭയുടെ അവസാനം ഉണ്ടായത്. അതാണ് ഈ 51 ദിവസത്തെ അത്ഭുതം എന്ന് പറയുന്നത്. CH മുഹമ്മദ് കോയെ പോലെ പ്രഗത്ഭന്മാരായ ആളുകൾ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ 51 ദിവസത്തിന് അപ്പുറത്തേക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല. മുസ്ലിം സമുദായത്തിൽ, കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായങ്ങളിൽ ഒന്നാണ് മുസ്ലിം സമുദായം. ജനസംഖ്യയിലും അവർ മുന്നിട്ട് നിൽക്കുകയാണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവർക്ക് ഏതാണ്ട് 26, 27, 28% വോട്ടർമാരുണ്ട്. ജനസംഖ്യ അതിലും കൂടുതലാണ്. പ്രായപൂർത്തിയാകാത്ത മുസ്ലിങ്ങളുടെ എണ്ണം വെച്ച് നോക്കും ഏതാണ്ട് 30% വരും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ 30% ജനസംഖ്യ ഉള്ള 28% വോട്ടർമാരുള്ള ഒരു സമുദായത്തിന് എന്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സമുദായത്തിൽ ഒരാൾക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പൂരി മുഖ്യമന്ത്രിയായിട്ടുണ്ട്, നായന്മാർ പലരും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, ഇഴവർ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, സുറിയാനി ക്രിസ്ത്യാനി, കാത്തോലിക്കനും ഓർത്തഡോക്സുകാരനും മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ജനസംഖ്യാപരമായിട്ട് ബലം കൂടിയ സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ട് ആരും ആകുന്നില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒന്നാമത് രാജ്യത്ത് തന്നെ പൊതുവേ മുസ്ലിം മുഖ്യമന്ത്രിമാർ 4-5 പേരുണ്ടായിട്ടുണ്ട്. കാശ്മീരിലല്ലാതെ, കാശ്മീരിൽ മുസ്ലിം മുഖ്യമന്ത്രിമാരുണ്ടായിട്ട്, രാജസ്ഥാനിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, പിന്നീട് ബീഹാറിൽ അബ്ദുൽ ഗഫൂർ ഉണ്ടായിട്ട്, ആസാമിൽ അൻവാര തൈമൂർ ഉണ്ടായിട്ട്, നമ്മുടെ തൊട്ടടുത്തുള്ള പോണ്ടിച്ചേരിയിൽ MOH ഫാറൂഖ് മുഖ്യമന്ത്രിയായിട്ട്, പിന്നെ കേരളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ CH 51 ദിവസം മുഖ്യമന്ത്രിയായിട്ട്, ഇത്ര ഉണ്ടായിട്ടുള്ളൂ. അത് അഖിലേന്ത്യയിലെ കാര്യമാണ്. പക്ഷേ കേരളത്തിൽ കുറച്ച് വ്യത്യസ്തമുള്ള കാര്യം. കേരളത്തിലാണ് മുസ്ലിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഏറ്റവും സംഘടിതമായിട്ടുള്ളത്, രാഷ്ട്രീയമായി ഇച്ഛാശക്തി പുലർത്തുന്നവർ, ഒരു ശക്തമായ വോട്ട് ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നവർ. അതിൽ എന്തുകൊണ്ടൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം, ഇത് കേൾക്കുമ്പോൾ ലീഗുകാർക്ക് വിഷമമുണ്ടാകും. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ബലപേശൽ ശക്തിയും നേടിക്കൊടുക്കുന്നതിൽ ലീഗ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർക്ക് 2 മന്ത്രിമാരുണ്ടായിരുന്നത് 5 മന്ത്രിമാരെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട പല വകുപ്പുകളും അവരാണ് കൈയാളുന്നത്. ഇപ്പോഴല്ല, UDFൻ്റെ ഭരണകാലത്ത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പാർട്ടി, സമുദായത്തിന് വേണ്ടി പാർട്ടി എന്ന നിലയിൽ നിൽക്കുന്ന പാർട്ടി, ആ പാർട്ടിക്ക് കേരളത്തിൽ വലിയ ഒരു പ്രാമുഖ്യം കിട്ടി, സമുദായ അംഗങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത കിട്ടിയതുകൊണ്ടാണ് ഈ പ്രാതിനിധ്യം ഇതിൽ ഒതുങ്ങിപ്പോയത്. അതിന് പുറത്ത് നിന്ന് ഒരാൾക്ക് മുസ്ലിം എന്ന ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനമോ മാനമോ പദവിയോ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കന്മാരുടെ സ്ഥിതി നോക്കിയാൽ മതി. എണ്ണി പറയാനായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ മുസ്ലിമിനെ ദേശീയ മുസ്ലിം എന്ന വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കും. അത് KP നൂറുദ്ദീൻ ആകാം, ആര്യാടൻ മുഹമ്മദ് ആകാം, അല്ലെങ്കിൽ MM ഹസനും ആകാം. ഇപ്പോൾ എൻ്റെ നാടായ ആലുവയിൽ പ്രഗത്ഭനായ K മുഹമ്മദ് അലി ഉണ്ട്. അത് 5 തവണ നിയമസഭയിലേക്ക് ജയിച്ചു. ഓരോ തവണയും ഭൂരിപക്ഷം കൂടി വന്നു. പക്ഷേ ഒരു തവണ പോലും പുള്ളി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. ഇതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കോൺഗ്രസ്സുകാരായ മുസ്ലിങ്ങൾ അവഗണിക്കപ്പെടും. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വാങ്ങിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രാമുഖ്യം മുസ്ലിം ലീഗിനായിട്ടുമില്ല. ഏറ്റവും കൂടുതൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ടും ലീഗിലാണ്. UDF ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ പറയാനുമില്ല. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പ്രാതിനിധ്യം വളരെ കുറവാണ്. മുസ്ലിങ്ങൾ ആ പാർട്ടിക്കകത്ത്
അല്ലെങ്കിൽ ആ മുന്നണിയിൽ തന്നെ വളരെ കുറവാണ്. CPIയിൽ പണ്ട് ഒരു K ഇസ്മായിലുണ്ടായിരുന്നു, പിന്നീട് റഹ്മത്തുള്ള ഉണ്ട്, ഇപ്പോൾ സുനീറുണ്ട്. ഇത്രേ ഉള്ളൂ, എണ്ണി പറയാനായിട്ട് വേറെ ആളില്ല. അതുപോലെ CPMൽ നമുക്കറിയാം പണ്ട് ഇമ്പിക്ക് ബാബുണ്ട്, പിന്നെ പാലോളി മുഹമ്മദ് കുട്ടി, പാലോളിയുടെ കാലം കഴിഞ്ഞപ്പോൾ AC മൊയ്തീനും കഴിഞ്ഞതാ ഇപ്പം മുഹമ്മദ് റിയാസ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരാൾ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞാൽ വാടകയ്ക്കെടുത്ത കോൺഗ്രസ്സുകാരനായ മന്ത്രിയാണ്. അപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം മുഹമ്മദ് റിയാസിൽ ആരംഭിച്ച് സ്പീക്കറായിരിക്കുന്ന ഷംസീറിൽ അവസാനിക്കും LDF ഭരിക്കുമ്പോൾ. ഇതിനപ്പുറത്തേക്കില്ല. ഇതാണ് LDFലെ സ്ഥിതി. കാരണം മുസ്ലിങ്ങൾ മുഴുവൻ ലീഗിലാണ്, ഞങ്ങളെന്തിനാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്ന് ഇടതുപക്ഷക്കാർക്ക് ചോദിക്കാം, കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാം. ലീഗിനാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചു മേടിക്കാനുള്ള പ്രാപ്തിയുമില്ല. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഇതിന് എന്താണ് പരിഹാരം? ഇനി ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകാൻ വല്ല സാധ്യതയുണ്ട്? CH മുഹമ്മദ് കോയ ആയി. അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം അനുസരിച്ച് ഒരു 5 കൊല്ലോ അതിൽ കൂടുതലോ മുഖ്യമന്ത്രി ആയിരിക്കേണ്ടിരുന്ന ആളാണ്. പക്ഷേ ആകാൻ കഴിഞ്ഞില്ല. ഇനി ഇതിൽ പൊട്ടൻഷ്യലായിട്ട് ഏതെങ്കിലും സ്ഥാനാർത്ഥി വരുമോ എന്ന് ചോദിച്ചാൽ പാലോളി മുഹമ്മദ് കുട്ടി ഒരു സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട ആളാണ്. പക്ഷേ അപ്പോഴത്തേക്കും VS അച്യുതാനന്ദൻ പിടിയാലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അദ്ദേഹം ജയിച്ച് മുഖ്യമന്ത്രി വഹിച്ചു. അങ്ങനെ അത് ചുണ്ടിനും കപ്പിനിടയിൽ തട്ടിപ്പോയി. ഇപ്പോൾ ഇനിയിപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയും രംഗത്ത് നിന്ന് പിന്മാറി. ഇനി LDFൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ ആരായിരിക്കും? അത് ഷംസീറായിരിക്കുമോ റിയാസായിരിക്കും? എൻ്റെ അഭിപ്രായത്തിൽ റിയാസിനാണ് കൂടുതൽ സാധ്യത കേരള മുഖ്യമന്ത്രിയാകാൻ. ഇന്നത്തെ നിലയ്ക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാരണഭൂതൻ്റെ മകളുടെ ഭർത്താവ് എന്ന തസ്തികയിൽ പ്രവർത്തിക്കുന്ന സഖാവ് മുഹമ്മദ് റിയാസിനാണ്. റിയാസാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വിദൂര സാധ്യതയിലുള്ള ഒരേ ഒരു മുസ്ലിം. പിന്നൊരാൾ കുഞ്ഞാലിക്കുട്ടിയാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പരിമിതികൾ. ലീഗിൻ്റെ നേതാവാണ്. എത്ര തന്നെ സീറ്റ് ലീഗിന് കിട്ടിയാലും മുഖ്യമന്ത്രി സ്ഥാനം UDF ആണ് വരുന്നതെങ്കിൽ കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു എന്ന രീതിയിലുള്ളൊരു പ്രചരണം പോലും UDFന് വലിയ ദ്രോഹമായിട്ട് പരിലസിക്കും. കാരണം എന്താ വെച്ചാൽ ലീഗ് UDFന് വിഴുങ്ങി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെയും അതുപോലെ സുകുമാരൻ നായരുടെയും ചില കത്തോലിക്ക മെത്രാന്മാരുടെയും പരിദേവനം. അപ്പോൾ അതുകൊണ്ട് UDFൽ നിന്നൊരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നുള്ളത് വളരെ അസംഭവ്യമാണ്. കഴിവുള്ള ആളുകളില്ലാത്തതുകൊണ്ടല്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ അല്ലെങ്കിൽ അൻവർ സാദത്തിനെ പോലെ കഴിവ് തെളിയിച്ച ഒരുപാട് യുവാക്കളുണ്ട്. അവർ ഒരു 5-10 കൊല്ലത്തിനകത്ത് വേണമെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആകാനുള്ള കഴിവൊക്കെ തെളിയിക്കും. പക്ഷേ ആ വിഭാഗക്കാരുടെ പ്രാതിനിധ്യം പൂർണ്ണമായിട്ട് ലീഗിലായതുകൊണ്ട് ഇവരുടെ ആഗ്രഹമായിട്ട് പരിലസിക്കാനേ സാധ്യത. മറിച്ച് LDFൽ നിന്നാണ് ഒരാൾ വരാൻ സാധ്യത കൂടുതൽ. കാരണം അവിടെ ജാതി മതാടിസ്ഥാനത്തിലല്ല മന്ത്രിമാരെ തീരുമാനിക്കും. പിന്നെ ഇദ്ദേഹമാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച എന്നൊരു അധിക യോഗ്യത കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അതിന് കൂടുതൽ സാധ്യത ഞാൻ നോക്കിയിട്ട് സഖാവ് മുഹമ്മദ് റിയാസിനാണ് കാണുന്നത്. അല്ലാണ്ട് കുഞ്ഞാലിക്കുട്ടിക്കോ നമ്മുടെ MK മുനീറിനോ ആ വിഭാഗത്തിൽപ്പെട്ട ആർക്കെങ്കിലും ആണ് എന്ന് കരുതുന്നില്ല. ഏതായാലും ഇതൊരു പ്രവചനമായിട്ട് പറഞ്ഞല്ല, ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക മാത്രം ചെയ്തതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.